ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോളത്തിൻ്റെ ഡിസൈനാണ്. വാട്ട് ആർ ദ ഡിസൈൻ ആസ്പെക്ട്സ് ഓഫ് എ കോളം? നമ്മൾ നേരത്തെ TS പഠിച്ചിട്ടുണ്ട് കോളംസ് ആൻഡ് സ്റ്റഡ്സ്. യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോളംസ് ആൻഡ് സ്റ്റഡ്സ്. വാട്ട് ഈസ് എ കോളം ഓർ എ സ്റ്റഡ്? ഇറ്റ്സ് എ കംപ്രഷൻ മെമ്പർ. Then what is the difference between column and a stud? If it is a vertical compression member, it is known as a column, or if it is a horizontal or inclined member, just like in a truss, it is known as a strut. Both are compression members. Now, when we discuss about the columns, you know the technical terms in connection with the columns, we have already studied in TS2. The difference between short column, medium column and long column. What is the slenderness ratio related to columns? The least radius of gyration. You know all these technical terms. Now, when we discuss about the design aspects of a column, being it is a compression member, you know, the main reinforcement is the longitudinal reinforcement, that is in the vertical direction, right? The main reinforcements will be provided as vertical reinforcements in the vertical direction, and lateral reinforcements or transverse reinforcements will be provided as ties. അല്ലേ, നമ്മൾ ബീമിൽ സ്റ്റിറപ്സ് എന്ന് പറയുന്നത് പോലെ അതിൽ മെയിൻ റീൻഫോഴ്സ്മെൻറ്റിന് ചുറ്റും ഹൊറിസോണ്ടലായിട്ട് വെക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ വെക്കുന്ന റീൻഫോഴ്സ്മെൻ്റാണ് ടൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വി ക്യാൻ സേ സ്റ്റിറപ്സ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദി കോളം. കോളത്തിൻ്റെ ഷേപ്പ് ഇറ്റ് മേ ബി സ്ക്വയർ, റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ. സർക്കുലർ ഷേപ്പാണെങ്കിൽ അതൊരു റിംഗ് ആയിരിക്കും സ്റ്റിറപ്പായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സ്പൈറൽ ആവാം, സ്പൈറൽ ties. So when we classify the type of columns, we can say tie columns or column with ties, then spiral column and composite column. എന്താണ് ഇത് മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ്? ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു കോളത്തിൽ വരുന്ന രണ്ട് റീൻഫോഴ്സ്മെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്? ഒന്ന് ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ്, ദ വെർട്ടിക്കൽ റീൻഫോഴ്സ്മെൻറ്റ്സ്, ഓക്കെ, ആൻഡ് ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെൻറ്റ് or lateral reinforcement which is perpendicular to the longitudinal reinforcement. ഇത് രണ്ടുമാണല്ലോ അതിൽ വരുന്ന മെയിൻ റീൻഫോഴ്സ്മെൻറ്റ്സ്. ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻ്റ് ആണ് അതിൽ മെയിൻ. ബെൻഡിങ് മൊമെൻ്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റീൻഫോഴ്സ്മെൻറ്റ്. മറ്റതെന്താണ്? ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ വരുന്ന ഡയഗണൽ ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ, ഡയഗണൽ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റ്, ലാറ്ററൽ ടൈസ് കോളത്തിൽ വെക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൂന്ന് തരത്തിലുള്ള കോളംസാണ്. ഒന്ന് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് സ്ക്വയർ കോളം, റെക്റ്റാങ്കുലർ കോളം അല്ലെങ്കിൽ സർക്കുലർ കോളം എന്ന് പറയാം. അതല്ലാതെ by providing the reinforcement type of column depending upon the type of reinforcements provided. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഒന്നാമത്തത് ടൈഡ് കോളം. ടൈഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിൽ ടൈസ് ആയിട്ട് വെക്കുന്നത്, ഇറ്റ് മേ ബി സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ. രണ്ടാമത്തത് സ്പൈറലായിട്ട് വരിക, ലാറ്ററൽ ടൈസ്. സി ഹിയർ ദ ത്രീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോളംസ്. മുകളിൽ വരച്ചിട്ടുള്ള രണ്ടെണ്ണം, ഒന്ന് ടൈഡ് കോളം, രണ്ടാമത്തത് സ്പൈറൽ കോളം. അതിൻ്റെ ഡിഫറൻസ്, ടൈസ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തേതിൽ നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ചുറ്റും കൊടുത്തിട്ടുണ്ട്, പിന്നെ ആസ് എ സ്ക്വയർ ആയിട്ടൊരു റിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൽ സ്പൈറലായിട്ടാണ് അതിൻ്റെ ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. ഏറ്റവും താഴെ വരുന്നത് കോമ്പോസിറ്റ്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരും? കോൺക്രീറ്റ്, സ്റ്റീലും കൂടാതെ അതിൽ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷനും കൂടെ വരും. സ്റ്റീൽ സെക്ഷൻ മേ ബി എൻ ഐ സെക്ഷൻ. ആ ഫിഗറിൽ ഒരു ഐ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മെറ്റീരിയൽസ് വരുമ്പോഴാണ് അതിനെ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ടൈപ്പിൽ കോളംസ് വരാം. അപ്പോൾ മൂന്ന് ടൈപ്പ്, ഏത് ടൈപ്പ് ആയി കഴിഞ്ഞാലും അതിൽ വരുന്ന
മെയിൻ റീൻഫോഴ്സ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട റീൻഫോഴ്സ്മെൻറ്റ്സ് ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റും ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റ്സുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് നോക്കാം. എന്തൊക്കെയാണ് വേണ്ടി വരിക? അപ്പോൾ ഒരു കോളം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ബീം ഡിസൈൻ ചെയ്യാൻ, സ്ലാബ് ഡിസൈൻ ചെയ്യാൻ, അതുപോലെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് നമ്പർ 1 അനാലിസിസ് ഓഫ് ലോഡാണ് അല്ലേ. സോ in a problem, in a design problem, if the load is given, then the properties of concrete and steel will be given. അപ്പോൾ അതിൽ നിന്ന് first find out the load, the total load coming over the column, and find out the factored load. As in the case of other structural members, calculate the factored load by multiplying with 1.5, right? Then after calculating the total load coming over the column, then the next step is to find out the percentage of steel PT. Percentage of steel കോളത്തിൽ നമുക്കിപ്പോൾ പറയുമ്പോൾ കോളത്തിൽ വരുന്ന ഏരിയ ഏതൊക്കെയാണ്? അതിൻ്റെ ഗ്രോസ് ഏരിയ, കോളത്തിൻ്റെ മൊത്തം ഏരിയ പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ അല്ലേ. ഒരു കോളം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കോൺക്രീറ്റും സ്റ്റീലും വരുന്നുണ്ട്. അപ്പോൾ കോളത്തിൻ്റെ മൊത്തം ഏരിയ ആണ് AG അല്ലെങ്കിൽ ഗ്രോസ് ഏരിയ. പിന്നെ ഏരിയ ഓഫ് കോൺക്രീറ്റ് AC, അതുപോലെ ASC ഏരിയ ഓഫ് എന്താണ് സ്റ്റീൽ, കംപ്രഷൻ സ്റ്റീൽ. ഇത് മൂന്നാണ് ഏരിയ വരിക. അപ്പോൾ എന്തൊക്കെയാണ്? ഗ്രോസ് ഏരിയ AG, ഏരിയ ഓഫ് കോൺക്രീറ്റ് AC ആൻഡ് ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ASC. ഈ ASCയും ACയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് AG കിട്ടുന്നത്, ഗ്രോസ് ഏരിയ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യുന്നത് ആസ് പെർ ദ കോഡ് 1% ആണ് എന്ത് ഏരിയ ഓഫ്. അപ്പോൾ ഗ്രോസ് ഏരിയ നമുക്ക് മൊത്തം അതിൻ്റെ ഡയമീറ്റർ തരികയാണെങ്കിൽ അതിനെങ്കിലും സൈസ്, ഇപ്പോൾ സ്ക്വയർ കോളം ആണെങ്കിൽ അതിൻ്റെ സൈസ് A × A അല്ലെങ്കിൽ A² ആയിരിക്കും അതിൻ്റെ AG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ക്രോസ് സെക്ഷണൽ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി അതൊരു സർക്കുലർ ആണെങ്കിൽ എന്താണ്? π/4 D² ആയിരിക്കും, വേർ D is the diameter of the column അല്ലേ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ കോളം. റെക്ടാങ്കുലർ ആണെങ്കിൽ B × D ആയിരിക്കും, ബ്രെഡ്ത്ത് × ഡെപ്ത് ആയിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ അതാണ് AG ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ 0.1% ഇതിൻ്റെ കേസിൽ 0.1 അല്ല 1% ഓഫ് AG ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ASC ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ എടുക്കുന്നത്. 1% ഓഫ് AG, അതായത് ദാറ്റ് ഷുഡ് ലൈസ് ബിറ്റ്വീൻ 0.8 and 6 ആണ് ആസ് പെർ ദ കോഡ്. 0.8 and 6. So usually we assume it as 1% of AG. 1% ആയിട്ടാണ് നമ്മൾ അത് അസ്യൂം ചെയ്യുക. അപ്പോൾ അത് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ASC is equal to, അപ്പോൾ എന്ത് എഴുതാം? 1% of AG, അതായത് 0.01 AG ആണ് നമ്മൾ ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്തായിരിക്കും? ഏരിയ ഓഫ് കോൺക്രീറ്റ് വിൽ ബി ഈക്വൽ ടു AG മൈനസ് ASC, അതായത് AG മൈനസ് ASC. ASC ഇപ്പോൾ എന്താ നമ്മൾ എടുത്തത്? 0.01 AG ആണ്. അപ്പോൾ AG മൈനസ് 0.01 AG എന്ന് പറയുമ്പോൾ 0.99 AG ആയിരിക്കും ഏരിയ ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ നാലാമതായിട്ട് കാണുന്നത് എന്ത്? ഏരിയ ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. അപ്പോൾ ഗ്രോസ് ഏരിയ, അതേപോലെ ഏരിയ ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലോഡ്. അപ്പോൾ ഇതിൽ ലോഡ് നമ്മൾ നേരത്തെ കണ്ടു, AG, AC ആൻഡ് ASC. പിന്നെ വരുന്ന ഡയമെൻഷൻസ് ഓഫ് ദി കോളമാണ്. ഞാൻ പറഞ്ഞു ഡയമെൻഷൻസ് ഓഫ് ദി കോളം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ്. റെക്ടാങ്കുലർ ആണോ, സർക്കുലർ ആണോ, സ്ക്വയർ ആണോ നോക്കിയിട്ട് അതിൻ്റെ സൈസ് നമ്മൾ കണ്ടുപിടിക്കും. ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു സൈഡ് സ്ക്വയർ ആണെങ്കിൽ അല്ലെങ്കിൽ ബിയും ഡിയും കണ്ടുപിടിക്കും. അതായത് ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് റെക്ടാങ്കുലർ ആണെങ്കിൽ അതിൽ നമ്മളൊരു അസംഷൻ എടുക്കുന്നത് ബ്രെഡ്ത്ത് എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുക D/2 അല്ലെങ്കിൽ ½ D to 2/3 D ആണ് അസ്യൂം ചെയ്യുക. പ്രോബ്ലം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 0.5 D to 2/3 D ആയിട്ട് നമ്മൾ ഏതെടുക്കും? B അസ്യൂം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഏരിയ ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഏരിയ ഓഫ് സ്റ്റീലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 0.99 AG ആണ് ASC വരിക, ASC 0.01 AG. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട ഇനി നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് അല്ലേ, അതായത് മെയിൻ റീൻഫോഴ്സ്മെൻറ്റ്, വെർട്ടിക്കൽ റീൻഫോഴ്സ്മെൻറ്റ്. അതിന് നമുക്ക് അത് ഷേപ്പിനനുസരിച്ച് ഇപ്പോൾ
ലോഞ്ചിറ്റ്യൂണൽ ബാർസ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും അതിൻ്റെ ഡയമീറ്റർ എപ്പോഴും ഒരു 10 mm കൂടുതലായിരിക്കും, അല്ലെങ്കിൽ യൂഷ്വലി ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 12 mm ആണ് പറയുക. കോളത്തിന് മോർ ദാൻ 12 mm ആണ് ഏരിയ കൊടുക്കേണ്ടത്. അപ്പോൾ ഏരിയ = n × π/4d² ആയിരിക്കും മൊത്തം ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ വരുന്നത്, അല്ലേ? π/4d², അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ AC ആവും. പിന്നെ ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റ്, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കൊടുക്കുന്ന റിങ്സ് അല്ലെങ്കിൽ ടൈസ്, അതാണല്ലോ ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റ്. അതിന് ആസ് പെർ ദ കോഡ് നമ്മൾ മറ്റേ സ്ലാബിലും ബീമിലൊക്കെ എടുക്കുന്നത് പോലെ എന്താണ്, ഒന്നാമത്തെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ നോക്കണം. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, അതായത് സ്ക്വയർ ആണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും, റെക്റ്റാങ്കിൾ ആണെങ്കിൽ ബ്രെഡ്ത്തും ഡെപ്ത്തും അതിൽ ലീസ്റ്റ് നോക്കണം. ഓക്കെ, ഡയമീറ്റർ ആണെങ്കിൽ പിന്നെ അത് സെയിം. ഓക്കെ, പിന്നെ രണ്ടാമത് 16 ഡയ ഓഫ് ദ ലോഞ്ചിറ്റ്യൂണൽ ബാർ, 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ നോക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തത് 300 mm. ഇതിൽ മൂന്നിലും മിനിമം വാല്യൂ ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്, ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ പിച്ച് അല്ലെങ്കിൽ സ്പേസിങ് നമ്മൾ എടുക്കേണ്ടത്. ഈ 3 വാല്യൂസിൽ മിനിമം എടുക്കണം. പിന്നെ അതിൻ്റെ ഡയമീറ്റർ ഓഫ് ദ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അത് ഒന്നാമത്തെ ഡയമീറ്റർ ഓഫ് ദ ലോഞ്ചിറ്റ്യൂണൽ ബാർ ബൈ 4, 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി ലോഞ്ചിറ്റ്യൂണൽ ബാർ 6 mm. അത് രണ്ടും നോക്കിയിട്ട് അതിൽ മാക്സിമം ഏതാണോ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ടൈസിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കുമല്ലോ, അപ്പോൾ 6 mm നോക്കുക. ഒന്നാമത്തത് ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ എത്രയാണോ അതിൻ്റെ 1/4 or 6 mm. Compare these two and take the maximum value as the diameter of the ties അല്ലെങ്കിൽ lateral reinforcement. അപ്പോൾ ഇതാണ്, ഈ സ്റ്റെപ്സാണ് നമ്മൾ ഒരു കോളം ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ഷോർട്ട് കോളം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്സ്, അതായത് ഈ ഒരു 7-8 സ്റ്റെപ്സ് വെച്ചുകൊണ്ട് നമ്മളൊരു ഡിസൈൻ പ്രോബ്ലം ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം സാധാരണ എക്സാമിനേഷന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ സർക്കുലർ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ. ഏത് ഷേപ്പ് ആയി കഴിഞ്ഞാലും മെത്തേഡ് ഓഫ് ഡിസൈൻ ഈസ് ദ സെയിം. ഓക്കെ, ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ആദ്യം ഏത് ഷേപ്പാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ഗ്രോസ് ഏരിയ, ഏരിയ ഓഫ് കോൺക്രീറ്റ്, ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ, അല്ലേ? അത് കാണണം, ലോഡ് കാണണം. ലോഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് ആസ് പെർ ദ കോഡ് അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ്സ്, ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ്സും ലാറ്ററൽ റീൻഫോഴ്സ്മെൻറ്റും കാണാം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ വിൽ ഡു one design problem in the next video. Okay, thank you one and all.